Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. മാണിക്യമംഗലം തുറയോട് ചേർന്ന് നടത്താൻ തീരുമാനിച്ചിരുന്ന കാർണിവൽ പരിപാടികൾ മാറ്റിവെച്ചു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് ജനുവരി 1 വരെ ദുഃഖാചരണം നിലനിൽക്കുന്നതിന്റെ ഭാഗമായാണ് ആഘോഷങ്ങൾ മാറ്റിവെച്ചതെന്ന് കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അറിയിച്ചു. കാലടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വർഷം തോറും മാണിക്യമംഗലം തുറയോട് ചേർന്ന് നടത്തി വന്നിരുന്ന കാർണിവൽ, ന്യൂ ഇയർ കാർണിവൽ ഈ വർഷവും മനോഹരമായിട്ട് ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ മുൻ പ്രധാനമന്ത്രി ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മരണത്തെ തുടർന്ന് 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ ആ കാർണിവൽ മറ്റ് 2 ദിവസങ്ങളിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റ് 2 ദിവസങ്ങളെന്ന് പറയുമ്പോൾ അവിടെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ പ്രോജക്റ്റ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 1 കോടിയിൽ പരം രൂപ വരുന്ന പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, MLA ഫണ്ട്, പഞ്ചായത്ത് ഫണ്ട്, അങ്ങനെ 3 ഫണ്ടുകൾ സംയോജിപ്പിച്ചാണ് പെഡസ്റ്റൽ വാക്ക്വേ, ഓപ്പൺ ജിമ്മ്, മറ്റ് ശൗചാലയം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടുകൂടി അവിടെ ഒരു 250 മീറ്ററോളം നടന്ന് വരുന്നവർക്ക് നടക്കാനും ജിമ്മിൽ ഉപയോഗിക്കാനൊക്കെയുള്ള സംവിധാനം നമ്മളവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ തയ്യാറാക്കിയിട്ടുള്ളതിൻ്റെ ഉദ്ഘാടനവും കൂടിയാണ് ഇനി ഈ കാർണിവൽ പരിപാടി. കാർണിവൽ എന്ന് പറഞ്ഞാൽ പുതുവത്സര ആഘോഷ പരിപാടികൾ നടത്താൻ ഉദ്ദേശിക്കുക. അത് മിക്കവാറും 7-8 തീയതികളിലായിരിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം, 7-ാം തീയതി നിർവഹിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് 7-8 ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ഇന്നും നാളെയും നടക്കേണ്ടിയിരുന്ന മുഴുവൻ പരിപാടികളും ആ 7-8 ദിവസങ്ങളിൽ നമ്മൾ സംഘടിപ്പിക്കാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, അവിടെ പദ്ധതിയിൽ ഇല്ലാതിരുന്ന പ്രകാശ സംവിധാനങ്ങൾ, 16 ലൈറ്റുകൾ 3 ടീമുകളായിട്ട്, ടോളിൻ സ്ട്രെഡ്, നിർമ്മൽ റൈസ്, അതോടൊപ്പം തന്നെ നെസ്കോ ഐസ്ക്രീം, ഇവർ സ്പോൺസർ ചെയ്ത് തെരുവ് വിളക്കുകൾ, മനോഹരമായ 100 വാട്ടിൻ്റെ ബൾബ് പൈപ്പിൽ നല്ല കാലിട്ട് ബൾബുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റ് പാർക്കിംഗ് സംവിധാനങ്ങൾ അവിടെ അനുവദിക്കില്ല. പുറത്തുനിന്ന് വണ്ടികളൊന്നും അവിടെ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. അതിനുവേണ്ടി ആ തുറയുടെ റോഡിനോട് ചേർന്ന് ചെയിൻ ഇടുന്ന ജോലികൾ കൂടി പൂർത്തിയാക്കാണ്ട് അത് ഈ ദിവസങ്ങളിൽ പൂർത്തിയാവും. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനവും 7-ാം തീയതി നടക്കും എന്നാണ് പഞ്ചായത്തിൻ്റെ പ്രതീക്ഷ.